നമോ ഭഗവതേ വാസുദേവായ. ദശകം 23. ദക്ഷചരിതവും ചിത്രകേതു ഉപാഖ്യാനവും. വൃത്തം വസന്തതിലകം. ശ്ലോകം 1. പ്രാചേദസസ്തു ഭഗവന്നപരോഹി ദക്ഷക ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധി കാമഃ ആവിർബഭൂവിത സദാലസദഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂമസിഗ്നീം. ഒരിക്കൽ കൂടി. പ്രാചേദസസ്തു ഭഗവന്നപരോഹി ദക്ഷക ത്വത്സേവനം വ്യഥിത സർഗവിവൃദ്ധി കാമഃ ആവിർബഭൂവിത തദാലസദഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂമസിഗ്നീം. പ്രാചേതസത്തു പ്രചേതസ്സുകളുടെ ഭഗവൻ, ഹേ ഭഗവാനെ, അപരോഹി ദക്ഷ മറ്റൊരു ദക്ഷൻ, ത്വത് സേവനം വ്യഥിത അങ്ങയുടെ സേവനം ചെയ്തു, സർഗ വിവൃത്തികാമ സൃഷ്ടിവർദ്ധന കാമിക്കുന്നവനായി, ആവിർബഭൂവിത ആവിർഭവിച്ചു പ്രത്യക്ഷനായി, തഥാ ലസത് അഷ്ടബാഹു തസ്മൈ അപ്പോൾ 8 കൈകളോടെ പ്രകാശമാനായി അവനു വേണ്ടി അങ്ങ്, വരം ദദിത താം അവന് വരം കൊടുക്കുകയും, ച വധൂം അസിഗ്നിം അസിഗ്നി എന്ന വധുവിനെയും നൽകി. ശ്ലോകാർത്ഥം. ഹേ ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, പ്രചേതസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷൻ പ്രജാസൃഷ്ടി പരിവർദ്ധിപ്പിക്കുന്നതിൽ തൽപരനായി അങ്ങയെ സേവിച്ചു. അപ്പോൾ അഷ്ടബാഹുക്കളോടെ പ്രശോഭിതനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ട് അവന് വേണ്ട വരങ്ങളും അസിഗ്നി എന്ന വധുവിനെയും ദാനം ചെയ്തു. ബ്രഹ്മാവിന്റെ പുത്രനായ ഒരു ദക്ഷനെ കുറിച്ച് ദശകം 10 ശ്ലോകം 7 പറഞ്ഞിട്ടുണ്ട്. ആ ദക്ഷൻ ബ്രഹ്മാവിന്റെ പെരുവിരലിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഈ ദക്ഷന്റെ പുത്രിയാണ് ശിവപത്നിയായ സതീദേവി. ദക്ഷയാഗ കഥയൊക്കെ നാം വിവരിച്ചു കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന ദക്ഷൻ ബ്രഹ്മപുത്രനായ ദക്ഷനല്ല, പ്രജേതസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷനാണ്. അതിനാലാണ് അപരോഹി ദക്ഷ എന്ന പദം ഉപയോഗിച്ചത്. പ്രചേതസ്സുകൾക്ക് ഭഗവാന്റെ അഭീഷ്ടപ്രകാരം ദക്ഷൻ എന്ന പുത്രൻ ജനിച്ചതായി 19-ാം ദശകം 10-ാം ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദക്ഷൻ പ്രജാസൃഷ്ടിക്ക് മുമ്പ് കഠിനമായ തപസ് ചെയ്തു. ഭഗവാൻ അഷ്ടബാഹുക്കളോടും അണിമാതി ഐശ്വര്യത്താലും പ്രത്യക്ഷപ്പെട്ട് വരം നൽകി. പഞ്ചജനൻ എന്ന പ്രജാപതിയുടെ പുത്രി അസിഗ്നി പത്രിയാകുമെന്നും ഭഗവാൻ അറിയിച്ചു. ശ്ലോകം 2. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹമേവ മേനേ. ഒരിക്കൽ കൂടി. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹമേവ മേനേ. തസ്യാത്മജസ്തു ആ ദക്ഷപുത്രനാകട്ടെ അയുധം 10,000 ഈശ ഹേ ഗുരുവായൂരപ്പ സർവേശ്വര, പുനഃ സഹസ്രം പിന്നെ 1000 പേരും, ശ്രീനാരദസ്യ വചന ശ്രീനാരദ ഋഷിയുടെ ഉപദേശത്താൽ വചനത്താൽ, തവ മാർഗമാഭൂ
ഭഗവത് മാർഗത്തെ. എന്താണ് ഭഗവത് മാർഗം? ആത്മസാക്ഷാത്കാരം തന്നെ. നൈകത്രവാസം ഋഷയേ ന ഏകത്രവാസം. ഋഷിക്കായി ഒരിടത്തും സ്ഥിരമായ വാസം ഇല്ലാതിരിക്കുക. സ മുമോച ശാപം. അവൻ അദക്ഷൻ ശാപത്തെ മോചിപ്പിച്ചു, ശാപത്തെ നൽകി എന്നർത്ഥം. ഭക്തോത്തമ തു ഋഷി. ഭക്തോത്തമനായ ഋഷിയാകട്ടെ അനുഗ്രഹം ഏവമേനെ. ഈ ശാപത്തെ അനുഗ്രഹം തന്നെ എന്നു കരുതി. ശ്ലോകാർത്ഥം. ഈശ്വരനായ ശ്രീനാരായണ, ശ്രീ ഗുരുവായൂരപ്പ, ദക്ഷന്റെ 10,000 പുത്രന്മാരും പിന്നെ 1000 പുത്രന്മാരും ശ്രീ നാരദ ഋഷിയുടെ ഉപദേശത്താൽ അങ്ങയുടെ മാർഗത്തെ പ്രാപിച്ചു. ആ ദക്ഷൻ ഋഷിക്ക് എങ്ങും സ്ഥിരതാമസം ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശപിച്ചു. എന്നാൽ ഭക്തോത്തമനായ ഋഷി അതൊരു അനുഗ്രഹം തന്നെ എന്ന് കരുതി. പ്രചേതസുപുത്രനായ ദക്ഷന് പഞ്ചജനപുത്രിയിൽ, അതായത് അസിഗ്നിയിൽ ആദ്യം 10,000 പിന്നെ 1000 പുത്രന്മാരുണ്ടായി. അവർ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടിക്ക് പ്രാരംഭമായി നാരായണ തീർത്ഥത്തിൽ കഠിന തപസ്സനായി എത്തി. അവരെയെല്ലാം നാരദർഷി മോക്ഷമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. ഇതറിഞ്ഞ ദക്ഷൻ പ്രജാസൃഷ്ടിക്ക് വിഘ്നം വന്നെന്ന് ധരിച്ച് നാരദർഷിയെ എങ്ങും സ്ഥിരതാമസം ഉറപ്പിക്കാൻ കഴിയാത്തവനാകട്ടെ എന്ന് ശപിച്ചു. ഋഷിയാകട്ടെ ആ ശാപം ഒരു അനുഗ്രഹം മാത്രമായി കരുതി സന്തോഷിക്കുകയും ചെയ്തു. ശ്ലോകം 3. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരദതസ്യ സ വിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവജൈത്രഃ. ഒരിക്കൽ കൂടി. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരദതസ്യ സ വിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവജൈത്രഃ. ഷഷ്ട്യാ തതോ ദുഹൃദിഭി. അതിനുശേഷം 60 പുത്രിമാരെ സൃജത സൃഷ്ടിച്ചു. കുലൗഘാൻ, ഔഘാൻ എന്നാൽ കൂട്ടം, കുലൗഘാൻ വംശസമൂഹങ്ങളെ. ദൗഹിത്രിസൂനൂർ അധ, പിന്നെ മകന്റെ മകനായ തസ്യ, ആ ദക്ഷന്റെ, സവിശ്വരൂപ, ആ വിശ്വരൂപൻ, തസ്തോത്ര വർമ്മിതം, അങ്ങയുടെ കവചസ്തോത്രം, അജാപയത്, ഇന്ദ്ര ആചൗ, ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിപ്പിച്ചു. ദേവനായ ശ്രീ ഗുരുവായൂരപ്പ, ത്വദീയ മഹിമ, അങ്ങയുടെ മാഹാത്മ്യം, ഖലു സർവജൈത്ര, എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ. ശ്ലോകാർത്ഥം. അതിനുശേഷം 60 പെൺമക്കളിലൂടെ അനേക വംശങ്ങളെ ദക്ഷൻ സൃഷ്ടിച്ചു. ആ ദക്ഷന്റെ മകളുടെ മകന്റെ മകനായ വിശ്വരൂപൻ ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രനെ അങ്ങയുടെ സ്തോത്രത്താൽ കവചിതനാക്കി വിജയിപ്പിച്ചു. ഹേ ദേവനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ മാഹാത്മ്യം എല്ലാത്തിനേക്കാളും വലിയതാണല്ലോ, എല്ലാത്തിനെയും ജയിക്കുന്നതാണല്ലോ. പ്രചേതസുപുത്രനായ ദക്ഷന്റെ
10,000 പിന്നീട് 1000, അങ്ങനെ ആകെ 11,000 പുത്രന്മാരും ഭഗവതോന്മുഖരായി മോക്ഷമാർഗത്തിൽ സഞ്ചരിച്ചതായി പറഞ്ഞുവല്ലോ. പിന്നെ 60 പുത്രിമാർ ഉണ്ടായി. ദക്ഷിണ അവരിൽ 10 പേരെ ധർമ്മദേവനും 13 പേരെ കശ്യപനും 27 പേരെ ചന്ദ്രനും. അതായത് ഈ 27 പേരാണ് അശ്വതി മുതൽ രോഹിണി വരെയുള്ള നക്ഷത്രങ്ങൾ. 2 പേരെ ഭൂതനും 2 പേരെ അങ്കിരസും 2 പേരെ കുശാശ്വനും 4 പേരെ താർഷ്യനും വിവാഹം കഴിച്ചു കൊടുത്തു. കശ്യപന്റെ പത്നി ദിതിയിലുണ്ടായവർ ദൈത്യരും അതിഥിയിലുണ്ടായവർ ദേവന്മാരുമാണ്. ദിതിയുടെ ഒരു പുത്രനായ ത്വഷ്ടാവിന് രചന എന്ന ദൈത്യസ്ത്രീയിൽ വിശ്വരൂപൻ എന്ന ഋഷി ജനിച്ചു. വിശ്വരൂപന് ദേവന്മാരുടെയും അസുരന്മാരുടെയും ജ്ഞാനം ഉണ്ടായിരുന്നു. ഇരുവിഭാഗത്തിനും വിശ്വരൂപൻ സ്വീകാര്യനുമായിരുന്നു. അക്കാലത്ത് ദേവഗുരുവായ ബൃഹസ്പതി ദേവസഭയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇന്ദ്രൻ ഗുരുവിനെ ആദരിച്ചില്ല. അസ്വസ്ഥനായ ഗുരു ബൃഹസ്പതി ഇന്ദ്രനിൽ നിന്ന് മറയുകയും ചെയ്തു. ഗുരുവിന്റെ അസാന്നിധ്യം അറിഞ്ഞ അസുരർ ദേവന്മാരെ ആക്രമിച്ചു. ബൃഹസ്പതിയെ ദർശിക്കാൻ കഴിയാതിരുന്ന ഇന്ദ്രൻ വിശ്വരൂപനെ സമീപിച്ചു. അദ്ദേഹം ഇന്ദ്രന്റെ ആഗ്രഹത്തെ മാനിച്ച് ദേവഗുരുവിന്റെ സ്ഥാനത്ത് അവർക്ക് ഉപദേശം നൽകി. അദ്ദേഹം നാരായണ കവചം എന്ന മഹാമന്ത്രം രചിച്ച് ഇന്ദ്രന് കവചം തീർത്തു സംരക്ഷിച്ചു. ദേവന്മാർ യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. ഈ നാരായണ കവച സ്തോത്ര മന്ത്രം നിത്യം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണെന്ന് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. ഭാഗവതം 6-ാം സ്കന്ധം 8-ാം അധ്യായമാണ് നാരായണ കവച സ്തോത്രം. അത്യന്തം ഭക്തിയോടെ ഈ അധ്യായം നിത്യപാരായണം ചെയ്യുക. നാരായണ കവചം ഏവർക്കുമായി ചൊല്ലി സമർപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പഠിച്ച് നിത്യോപാസന ചെയ്യുക. ശ്ലോകം 4. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതുകോ പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാദ് ലബ്ധ്വൈകപുത്രമത തത്ര കഥേ സപത്നീ സംഘൈർ അമുഹ്യദവശസ്തവ മായയാസൗ. ഒരിക്കൽ കൂടി. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതുകോ പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാദ് ലബ്ധ്വൈകപുത്രമത തത്ര കഥേ സപത്നീ സംഘൈർ അമുഹ്യദവശസ്തവ മായയാസൗ. ചിത്രകേതു ഉപാഖ്യാനമാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. പ്രാക് ശൂരസേന വിഷയേ. പണ്ട് ശൂരസേനം എന്ന രാജ്യത്ത് കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതി, പുത്രനെ ആഗ്രഹിക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അതായത് ആ രാജ്യത്തെ രാജാവിന് പുത്രൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പുത്രലബ്ധിക്കായി വളരെയേറെ ആഗ്രഹിച്ചു. അങ്കിരസ പ്രഭാവാത്, അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവത്താൽ ലബ്ധ ഏകപുത്രം, ഒരു പുത്രനെ ലഭിച്ചിട്ട് അതാ തത്ര ഹതേസ പത്നി സംഖ്യൈർ, പിന്നെ ആ പുത്രൻ രാജാവിന്റെ മറ്റു പത്നിമാരാൽ കൊല്ലപ്പെട്ടപ്പോൾ അമൂഹ്യത് അവശ തവ മായയാ അസൗ, അങ്ങയുടെ മായയാൽ അവശനായി, അതായത് ദുഃഖിതനായി, മോഹാലസ്യം പൂണ്ടു.
ശ്ലോകാർത്ഥം. പണ്ട് ശൂരസേനം എന്ന രാജ്യത്ത് ചിത്രകേതു എന്ന രാജാവ് തനിക്ക് ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവനായി. അങ്കിരസ് മഹർഷിയുടെ പ്രഭാവത്താൽ രാജാവിന് ഒരു പുത്രനെ ലഭിച്ചു. പക്ഷേ സപത്നിമാരാൽ ആ പുത്രൻ കൊല്ലപ്പെട്ടപ്പോൾ ആ രാജാവ് അങ്ങയുടെ മായയാൽ ദുഃഖിതനായി മോഹാലസ്യപ്പെട്ടു. ശ്ലോകം 5. തം നാരദസ്തു സമമംഗിരസാദയാലുകോ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്താ. ഒരിക്കൽ കൂടി. തം നാരദസ്തു സമമംഗിരസാദയാലുകോ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്താ. തം നാരദസ്തു സമം അങ്കിരസ. നാരദ മഹർഷി അങ്കിരസു മഹർഷിയോടൊപ്പം ദയാലു സംപ്രാപ്യ ദയാലുവായി ചിത്രകേതുവിനെ സമീപിച്ച് താവത് ഉപദർശ്യ സുതസ്യ ജീവം മകന്റെ ജീവനെ കാട്ടിക്കൊടുത്തപ്പോൾ കസ്യാസ്മി പുത്ര ഇതി ഞാൻ ആരുടെ പുത്രനാണ് എന്നിങ്ങനെയുള്ള തസ്യ ഗിര അവന്റെ ആ ജീവാത്മാവിന്റെ വാക്കുകേട്ട് വിമോഹം തെക്വാ ദുഃഖത്തെ അതായത് ആ അജ്ഞാനത്തെ ത്യജിച്ച് ത്വത് അർച്ചന വിധൗ അങ്ങയെ അർച്ചിക്കുന്നതിൽ നൃപതിം നിയുക്ത രാജാവിനെ നിയോഗിച്ചു. ശ്ലോകാർത്ഥം. ദയാലുവായ നാരദർഷി അപ്പോൾ അങ്കിരസു മഹർഷിയോടൊത്ത് ചിത്രകേതുവിന്റെ സമീപം എത്തി മകന്റെ ജീവനെ കാട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ ആരുടെ പുത്രനാണ് എന്നിങ്ങനെയുള്ള ജീവന്റെ വാക്കുകൾ കേട്ട് അജ്ഞാന നിവർത്തി വരുത്തി ഹേ ഭഗവാനെ അങ്ങയെ അർച്ചിക്കുന്നതിൽ നിയോഗിതനായി. ചിത്രകേതുവും പത്നി കൃതദ്യുതിയും ഏകമകന്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതരായി. നാരദർഷി അങ്കിരസ് മഹർഷിയോടൊപ്പം ചിത്രകേതുവിന്റെ അർപ്പിതമായ ദയയാൽ വന്നെത്തി പുത്രന്റെ ജീവാത്മാവിനെ കാട്ടിക്കൊടുത്തു. ഹേ പുത്ര എന്ന് വിളിച്ച് കരയുന്ന രാജാവിനോട് ദേവനായും മനുഷ്യനായും തിര്യക്കായും ജനിച്ചു മരിച്ച താൻ ഏതു ജന്മത്തിലെ മാതാപിതാക്കളാണിവർ എന്ന് ചോദിച്ചതു കേട്ട് ബന്ധനങ്ങളുടെ മിഥ്യാധാരണയെ ബോധ്യപ്പെട്ട ചിത്രകേതു പിന്നെ ഭഗവത് അർച്ചനയിൽ വ്യാപൃതനായി. ശ്ലോകം 6. സ്തോത്രം ച മന്ത്രമപി നാരദദോധലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഖി സപ്തരാത്രേ ലബ്ധ്വാപ്യഗുണ്ഡമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രമപി നാരദദോധലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഖി സപ്തരാത്രേ ലബ്ധ്വാപ്യഗുണ്ഡമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രം അഭി സ്തോത്രവും മന്ത്രവും നാരദോ അത ലബ്ധ്വ നാരദനിൽ നിന്ന് ലഭിച്ചിട്ട് തോഷായ സന്തോഷത്തിനു വേണ്ടി ശേഷവപുഷോ ആദിശേഷ രൂപിയായ നനു തേ തപസ്യൻ തപസ് ചെയ്യുന്നവനായി വിദ്യാധരപതി താം
വിദ്യാധരാധിപത്യത്തെ സഹി സപ്തരാത്രേ അവനാകട്ടെ 7 രാത്രി കൊണ്ട് ലബ്ധ്വാ അഭി ലഭിച്ചിട്ടും അഗുണ്ടമതി മടുപ്പു തോന്നാത്ത ബുദ്ധിയുമായി അന്വഭജദ്ഭവന്തം അങ്ങയെ ഭജിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ആ ചിത്രകേതു നാരദർഷിയിൽ നിന്ന് ഭഗവാന്റെ സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ആദിശേഷരൂപിയായ അങ്ങയെ സന്തോഷപൂർവം തപസ് ചെയ്ത് 7 രാത്രി കൊണ്ട് വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചു. എങ്കിലും യാതൊരു മടുപ്പും കൂടാതെ അർപ്പിതമായ മനസ്സുമായി തുടർന്നും അങ്ങയെ ഭജിച്ചു പോന്നു. ചിത്രകേതുവിന്റെ നിഷ്കാമമായ 7 ദിവസത്തെ തപസ്സുകൊണ്ട് അദ്ദേഹം വിദ്യാധര ചക്രവർത്തി എന്ന പദവി നേടി. ശ്രീ നാരദർഷി തന്നെയാണ് ധ്രുവന് എന്ന പോലെ സ്തോത്രവും മന്ത്രവും ചിത്രകേതുവിന് ഉപദേശിച്ചത്. ഭഗവാന്റെ തന്നെ ആദിശേഷ രൂപത്തിലാണ് ചിത്രകേതു ഉപാസിച്ച് തപസ്സനുഷ്ഠിച്ചത്. 7-ാം ദിനം ആദിശേഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ചിത്രകേതുവിനെ അനുഗ്രഹിക്കുന്നു. ഭാഗവതം 6-ാം സ്കന്ധം 16-ാം അധ്യായത്തിൽ ഈ സ്തോത്രവർണ്ണന ശ്രവിക്കാം. ശ്ലോകം 7. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാധ. ഒരിക്കൽ കൂടി. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാധ. തസ്മൈ അവനായിക്കൊണ്ട്, അതായത് ആ ചിത്രകേതുവിനായി, മൃണാള ധവളേന താമരനൂൽ പോലെ ശുഭ്രവർണ്ണനും, സഹസ്രശീർഷ്ണ 1000 ശിരസോടുകൂടിയവനും, രൂപേണ രൂപത്താൽ, ബദ്ധനുതി സിദ്ധഗണ ആവൃതേന സിദ്ധന്മാരുടെ കൂട്ടം ചുറ്റും നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാദുർഭവൻ അചിരതോ കാലതാമസം കൂടാതെ പ്രത്യക്ഷപ്പെട്ടു, നുദിഭി പ്രസന്നോ സ്തുതികളാൽ പ്രസന്നനായിട്ട്, ദത്വാ ആത്മതത്വം ആത്മവിദ്യ പ്രദാനം ചെയ്ത്, അനുഗ്രഹിച്ചിട്ട്, തിരോദദാധ തിരോദാനം ചെയ്തു. ശ്ലോകാർത്ഥം. താമരവളയം പോലെ ധവളരൂപിയായി സഹസ്രശീർഷവദനനായി സിദ്ധന്മാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഭാവത്തിൽ ഭഗവാൻ കാലതാമസം കൂടാതെ തന്നെ സന്തുഷ്ടനായി ആ ചിത്രകേതുവിനായി പ്രത്യക്ഷപ്പെട്ട് ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. ശ്ലോകം 8. ത്വദ്ഭക്തമൗലിരഥസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ഒരിക്കൽ കൂടി. ത്വദ്ഭക്തമൗലിരഥസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ത്വദ്ഭക്തമൗലിർ അങ്ങയുടെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനായ, അധ പിന്നെ, സോബി സ പ്ലസ് അബി സോബി അവനും ആ ചിത്രകേതുവും,
ലക്ഷലക്ഷ വർഷാണി, ലക്ഷോപലക്ഷം വർഷങ്ങൾ, ഹർഷുലമന, സന്തുഷ്ട മനസ്സോടെ, ഭുവനേഷു കാമം, ഭുവനങ്ങളിൽ ഇഷ്ടം പോലെ, സംഗാപയൻ, ഗുണഗണം തവ, അവിടത്തെ ഗുണഗണങ്ങളെ ഗാനം ചെയ്യിച്ചും, സുന്ദരീഭി, സുന്ദരികളാൽ, സംഘാതിരേക, രഹിതോ, അതിയായ ആസക്തി ഇല്ലാത്തവനായി, ലളിതം ചചാര, ഉല്ലാസത്തോടെ സഞ്ചരിച്ചു. ശ്ലോകാർത്ഥം. പിന്നീട് ആ ചിത്രകേതു ലക്ഷോപലക്ഷം വർഷങ്ങൾ സന്തുഷ്ടമനസ്കനായി സുന്ദരികളായ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് അവിടുത്തെ ഗുണഗണങ്ങളെ ഗാനം ചെയ്യിപ്പിച്ച് ഭോഗങ്ങളിൽ അതിയായ ആസക്തി ഒന്നും തന്നെ ഇല്ലാത്തവനായി ഉല്ലാസത്തോടെ ഭൂവനങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചരിച്ചു. ശ്ലോകം 9. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യമഹത്സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. ഒരിക്കൽ കൂടി. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യമഹത്സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. അത്യന്തസംഗവിലയായ, വിഷയാസക്തി തീരെ നശിക്കുവാൻ, ബ്രവത്പ്രണൂനോ നൂനം, തീർച്ചയായും അങ്ങയുടെ പ്രേരണയാൽ തന്നെ, സ അവൻ, ആ ചിത്രകേതു, രൂപ്യഗിരിം ആഭ്യ, വെള്ളിപ്പർവ്വതത്തെ, അതായത് കൈലാസശൈലത്തെ പ്രാപിച്ചിട്ട്, മഹത്സമാജേ, മഹർഷിമാരുടെ സമാജത്തിൽ, മധ്യത്തിൽ, നിശംഖം, അംഗകൃത വല്ലഭം, ശങ്ക കൂടാതെ ഭാര്യയെ മടിയിൽ വെച്ചിരിക്കുന്ന, അങ്കജ അരി, കാമവൈരിയായ, കാമാന്തകനായ, തം ശങ്കരം, ആ പരമശിവനെ, പരിഹസൽ, പരിഹസിച്ച്, ഉമയാ, അഭിഷേപേ, ഉമയാൽ ശപിക്കപ്പെട്ടവനായി. ശ്ലോകാർത്ഥം. ആ ചിത്രകേതു വിഷയാസക്തി തീരെ നശിക്കുവാനുള്ള അങ്ങയുടെ പ്രേരണയാലാകണം കൈലാസത്തിൽ എത്തിച്ചേർന്നു. അവിടെ മഹർഷിമാരുടെ മധ്യത്തിൽ യാതൊരു ശങ്കയും കൂടാതെ പത്നിയെ മടിയിൽ വെച്ചിരിക്കുന്ന കാമാന്തകനായ പരമശിവനെ കണ്ട് പരിഹസിച്ചു. അതോടെ പാർവതി ദേവിയുടെ ശാപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. ചിത്രകേതുവിന്റെ അല്പമായ ആസക്തി കൂടിയും നശിപ്പിക്കണമെന്ന് ഭക്തവത്സനായ ഭഗവാൻ തീരുമാനിച്ചതിനാലാകണം ചിത്രകേതു കൈലാസത്തിൽ എത്തിച്ചേർന്നത്. അവിടെ ഋഷിമാരും ദേവന്മാരും ശിവഗണങ്ങളുമൊക്കെയുള്ള മഹാസദസ്സിൽ ശ്രീ പരമശിവൻ പാർവതീദേവിയെ മടിയിലിരുത്തി ജ്ഞാനോപദേശം നൽകുകയായിരുന്നു. ഇത് കണ്ട ചിത്രകേതു നാണമില്ലാതെ പരസ്യമായി ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ട് ഈ ലോകഗുരു ഇരിക്കുന്നുവല്ലോ, പ്രാകൃതന്മാർ പോലും ഇങ്ങനെ ചെയ്യുകയില്ല എന്ന് പരിഹസിച്ചു. കാമാരിയായ ശ്രീ ശങ്കരൻ ഇത് കേട്ട് ഒന്ന് ചിരിച്ചതേയുള്ളൂ. പക്ഷേ പതിയെ ആക്ഷേപിച്ചത് ശ്രീ പാർവതീദേവിക്ക് സഹിച്ചില്ല. ഇവൻ ഒരു അസുരനായി പോകട്ടെ എന്ന് ദേവി ശപിച്ചു. ചിത്രകേതുവാകട്ടെ
ശാപമോക്ഷത്തിന് അപേക്ഷിച്ചതുമില്ല. ആ ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായി തീർന്നത്. ശ്ലോകം 10. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരൈ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. ഒരിക്കൽ കൂടി. നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതപദം തേ. നിസ്സംഭ്രമ, സംഭ്രമം ഇല്ലാതെ. തു അയം സ്വയം, ഇവനാകട്ടെ, അതായത് ഈ ചിത്രകേതുവാകട്ടെ, അയാചിത ശാപമോക്ഷോ, ശാപമോക്ഷത്തിനായി അപേക്ഷിക്കാതെ, വൃത്രാസുരത്വം, വൃത്രാസുരന്റെ അവസ്ഥയെ ഉപഗമ്യ പ്രാപിച്ചിട്ട്, സുരേന്ദ്രയോധി ദേവേന്ദ്രനുമായ യുദ്ധം ചെയ്യുന്നവനായി, ഭക്തിയ ആത്മതത്വകഥനേ, ഭക്തിപൂർവം ആത്മതത്വം ഉൾക്കൊള്ളുന്ന വാക്കുകളാൽ, സമരേ വിചിത്രം, യുദ്ധത്തിൽ വിചിത്രമായ, ശത്രോർ അഭി, ശത്രുവിന്റെ കൂടി, ഭ്രമം അഭാസ്യ, ഗത പദം തേ, ഭ്രമത്തെ ദൂരീകരിച്ച് അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. ഈ ചിത്രകേതുവാകട്ടെ ഒട്ടും പരിഭ്രമിക്കാതെ, ശാപമോക്ഷത്തിന് യാചിക്കാത്തവനായി, വൃത്രാസുരാവസ്ഥ പ്രാപിച്ച് ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്ത്, യുദ്ധത്തിൽ ഭക്തിപൂർവം ആത്മതത്വം ഉൾക്കൊള്ളുന്ന വാക്കുകളാൽ വിചിത്രമായി ശത്രുവിന്റെ കൂടി ഭ്രമത്തെ ദൂരീകരിച്ച് അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. പാർവതീദേവിയുടെ ശാപത്തിന് ഇരയായ ചിത്രകേതു തന്റെ വിമാനത്തിൽ നിന്നിറങ്ങി ദേവിയെ നമസ്കരിച്ച് പ്രസാദിപ്പിച്ചു. ആ ശാപത്തെ അഞ്ജലിപൂർവം സ്വീകരിച്ചു. വിമാനത്തിൽ കയറിപ്പോയ ആ ചിത്രകേതു പിന്നീട് തുഷ്ടാവിന്റെ ആഭിചാരകുണ്ഡത്തിൽ നിന്ന് വൃത്രാസുരനായി ജനിച്ചു. നേരത്തെ വിശ്വരൂപൻ എന്ന ഋഷി ദേവഗുരുവായ ബൃഹസ്പതിയുടെ സാന്നിധ്യത്തിൽ ദേവേന്ദ്രന്റെ പുരോഹിതനായി നാരായണ കവച മന്ത്രത്താൽ ദേവേന്ദ്രനെ ദേവാസുര യുദ്ധത്തിൽ വിജയിപ്പിച്ചതായി കഥ വർണ്ണിച്ചുവല്ലോ. വിശ്വരൂപൻ ദേവന്മാർക്കൊപ്പം ദൈത്യന്മാർക്കും ആചാര്യസ്ഥാനമുള്ളവനായിരുന്നു. അദ്ദേഹം അസുരന്മാർക്ക് യജ്ഞത്തിലെ ഹവിർഭാഗം നൽകുന്നതായി അറിഞ്ഞ് ഇന്ദ്രൻ വിശ്വരൂപന്റെ 3 ശിരസ്സുകളും ഛേദിച്ചു. വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് ഇതറിഞ്ഞ് കോപിച്ച് ഇന്ദ്രന്റെ ശത്രുവായ പുത്രൻ ജനിക്കുവാൻ ഒരു ഹോമം നടത്തി. ഹോമത്തിൽ മന്ത്രത്തിന്റെ സ്വരം മാറി ഇന്ദ്രൻ ശത്രുവായ പുത്രനാണ് ജനിച്ചത്. വിഷ്ണു ഭക്തനായിരുന്ന ആ ചിത്രകേതുവാണല്ലോ വൃത്രാസുരനായി ശാപം മൂലം ജനിച്ചത്. പൂർവജന്മത്തിലെ ആത്മജ്ഞാനമാണ് യുദ്ധത്തിനിടയ്ക്കും ഇന്ദ്രന് ആത്മോപദേശം നൽകാൻ വൃത്രാസുരനെ പ്രാപ്തനാക്കിയത്. അന്ത്യത്തിൽ വൃത്രാസുരനെ ഇന്ദ്രൻ നിഗ്രഹിക്കുക തന്നെ ചെയ്തു. വൃത്രൻ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ശ്ലോകം 11. ത്വത്സേവനേന ദിതിരിന്ദ്രവധോദ്യതാഭി താൻ പ്രത്യുതേന്ദ്രസുഹൃദോ മരുതോപി ലേഭേ ദുഷ്ടാശയേഭി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. ഒരിക്കൽ കൂടി.
त्वत्सेवनेन दिदिरिन्द्रवधोद्यताभि तान् प्रत्युदेन्द्रसुहृदो मरुदोऽपि लेभे दुष्टाशयेऽपि शुभदैव भवन्निषेवा तत्तादृशस्त्वमवमां पवनालयेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ശ്രീഗുരുവായൂരപ്പാ ശരണം. ത്വത്സേവനേന ദിതി. ദിതി ദേവി, ഹേ ഭഗവാനെ, അങ്ങയെ സേവിച്ച് ഇന്ദ്രവധോ ഉദ്യത അഭി, ഇന്ദ്രനെ വധിക്കാൻ ഉദ്യമിച്ചു എങ്കിലും താൻ പ്രത്യുത ഇന്ദ്രസുഹൃദോ, വിപരീതമായി ഇന്ദ്രന്റെ സുഹൃത്തുക്കളെ തനിക്ക് മരുത അഭിലേഭേ, മരുത്തുക്കളെയാണ് ലഭിച്ചത്. ദുഷ്ടാശയെ അഭി, ദുഷ്ടഹൃദയനു പോലും ശുഭധ ഏവ ഭവത് നിഷേവ, ഭവാനെ സേവിക്കുന്നവർക്ക് ഗുണകരമായത്രേ. ദത്താദൃശ, അപ്രകാരമുള്ള ത്വം അവമാം, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണേ. ശ്ലോകാർത്ഥം. ദിതി ദേവി അങ്ങയെ സേവിച്ച് ഇന്ദ്രനെ വധിക്കുന്നതിന് ഉദ്യമിച്ചു എങ്കിലും വിപരീതമായി ഇന്ദ്രന്റെ സുഹൃത്തുക്കളായ മരുത്തുക്കളെയാണ് തനിക്ക് പുത്രന്മാരായി ലഭിച്ചത്. ഹേ ഗുരുവായൂരപ്പ, ദുഷ്ടമനസ്സുള്ളവരിൽ പോലും അവിടുത്തെ സേവ മംഗളത്തെ തന്നെ തരുന്നതാണ്. അപ്രകാരമുള്ള ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ഇന്ദ്രനോട് പക തോന്നിയിരുന്ന ദിതി ദേവി തനിക്ക് ഇന്ദ്രനെ വധിക്കാൻ തക്ക ശക്തിയുള്ള ഒരു പുത്രൻ ജനിക്കണമെന്ന് ആഗ്രഹിച്ചു. ഈ അപേക്ഷ സ്വീകരിച്ച കശ്യപമുനി ദിതിയിൽ ഗർഭാധാനം ചെയ്യുകയും പുംസവന വ്രതം ഉപദേശിക്കുകയും ചെയ്തു. ഗർഭഭാരവും വ്രതാചാരണവും കൊണ്ട് ക്ലേശിച്ചിരുന്ന ദിതി ഒരു ദിവസം സന്ധ്യാസമയത്ത് ഉറങ്ങിപ്പോയി. വ്രതഭംഗം നേരിട്ട സമയം നോക്കി ഇന്ദ്രൻ ആ ഗർഭത്തെ 49 ഭാഗങ്ങളായി വിഭജിച്ചു. ശിശുക്കളോട് മാരുത, കരയരുത് കരയരുത് എന്ന് സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ശിശുക്കൾ 49 പേരും മരുത്തുക്കൾ എന്ന പേരിൽ ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി ഭവിച്ചു. അവർ ഇന്ദ്രനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്തു. ഇങ്ങനെ ദുഷ്ടത കരുതി ഭജിച്ച ദിതിക്ക് സുഹൃതികളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിച്ച ഭഗവാൻ എന്നെയും രക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.